ഇതിൽ നമുക്ക് ഓൾറെഡി ഇപ്പം ആർട്ട്ക്യാം ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ട്. ഞാനിതിൽ ആർട്ട്ക്യാം പ്രോ 2009 ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ട്. അതുപോലെ ആർട്ട്ക്യാം 2008 ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ട്. നമ്മൾ എല്ലാം യൂസ് ചെയ്യുന്നത് ആർട്ട്ക്യാം 2008 ആണ് യൂസ് ചെയ്യുന്നത്. അതിൽ കൂടുതൽ ഓപ്ഷൻസ് ഉണ്ട്. അതുപോലെ തന്നെ ഈ ആർട്ട്ക്യാം 2009 അഡ്വാൻസ് ആയിട്ടുള്ള വേർഷനാണ് ആർട്ട്ക്യാം 2008 പ്രോ എന്ന് പറയുന്നത്. ഇതിൽ കുറേ ഓപ്ഷൻസ് നമുക്കുണ്ട്. ഇത് ഡബിൾ ക്ലിക്ക് ചെയ്യാം. ഫസ്റ്റ് വരുന്ന വിൻഡോ ഇതാണ്. അപ്പോൾ അവിടെ ഇതിലിപ്പോൾ നമുക്ക് ഫയൽ, എഡിറ്റ്, മോഡൽ, വെക്ടേഴ്സ്, ബിറ്റ് മാപ്പ്, റിലീഫ്സ്, ടൂൾ പാത്ത്, വിൻഡോ, ഹെൽപ്പ്, ഇത്ര ഓപ്ഷൻസ് നമുക്ക് ഇതിലുണ്ട്. അതുപോലെ നമ്മളിപ്പോൾ ഇതിൽ ഏത് പുതിയ പ്രൊജക്ട് ചെയ്താണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്, നമ്മൾ എടുക്കുന്ന മെറ്റീരിയൽ സൈസ് അത് ഫസ്റ്റ് നമുക്കറിയാം. അത് കൂടുതൽ നമ്മൾ മില്ലിമീറ്ററിൽ എടുക്കുക. കാരണം ഇതിന്റെ ഈ ടൂളിന്റെ പ്രോപ്പർട്ടീസ് എല്ലാം, അതിന് ടൂൾ ഡയമീറ്റർ, ടൂളിന്റെ സ്റ്റെപ്പ് ഓവർ, അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം നമ്മൾ മില്ലിമീറ്ററിലാണ് കൊടുത്തിരിക്കുന്നത്. അപ്പൊ അതുകൊണ്ട് നമ്മൾ മില്ലിമീറ്ററിലാണ് മിക്കപ്പോഴും മോഡൽസ് എടുക്കുക. അതിനിവിടെ ഫയൽ, ന്യൂ, മോഡൽ. ഈ മോഡൽ എന്ന് പറയുന്നത് നമ്മുടെ മെറ്റീരിയലിന്റെ സൈസാണ്. മെറ്റീരിയൽ ഹൈറ്റ്, മെറ്റീരിയൽ വിഡ്ത്ത്, അങ്ങനെയുള്ള കാര്യങ്ങൾ. ഈ മെറ്റീരിയൽ വിഡ്ത്ത് എന്ന് പറയുന്നത് നമ്മുടെ മെഷീനിൽ ലെഫ്റ്റ് സൈഡിൽ നിന്ന് റൈറ്റ് സൈഡിലേക്ക് എക്സ് എന്നുള്ള പാരാമീറ്റർ ആണ്. നമ്മുടെ കോർണറിൽ നിന്ന് മുൻപോട്ട് നോക്കുമ്പോൾ വൈ എന്നുള്ള പാരാമീറ്റർ ആണ്. അതായത് ഇതിൽ മെറ്റീരിയലിന്റെ ഹൈറ്റ് ഉണ്ട്, മെറ്റീരിയലിന്റെ വിഡ്ത്ത് ഉണ്ട്, അതിന്റെ റെസൊല്യൂഷൻ മാക്സിമം നമ്മൾ ചെയ്യുന്ന ഇപ്പോൾ ഫോട്ടോഷോപ്പിലൊക്കെ ഇമേജ് ചെയ്യുന്ന പോലെ അതിന്റെ കൂടുതൽ ക്ലാരിറ്റിക്ക് വേണ്ടി മാക്സിമം റെസൊല്യൂഷൻ നമ്മൾ എപ്പോഴും അത് ഇട്ടിരിക്കും. അത് നോർമൽ ഇൻസ്റ്റാൾ ചെയ്യുമ്പോൾ ഇത് ഈ രീതിയിലായിരിക്കും ഈ ബാർ കിടക്കുക. അതിന് പകരം നമ്മൾ ഇത് മാക്സിമം റെസൊല്യൂഷൻ ഇടുക. ഈ മാക്സിമം റെസൊല്യൂഷൻ ഇട്ടേക്കുന്നത് ഇത് ഒരു തവണ നമ്മൾ സെറ്റ് ചെയ്തിട്ട് കഴിഞ്ഞാൽ ആ കമ്പ്യൂട്ടറിൽ പിന്നെ നമ്മൾ ഓപ്പൺ ചെയ്യുമ്പോൾ ഇതേ രീതി തന്നെ ആയിരിക്കും വരുന്നത്. അതുപോലെ തന്നെ വിഡ്ത്ത്, ഹൈറ്റ്, പിന്നെ ഇതുണ്ട്, ഇതിന്റെ കോർണർ പോയിന്റ്, അതായത് നമ്മുടെ എവിടെ നിന്നാണ് വർക്ക് സ്റ്റാർട്ട് ചെയ്യുന്നത് നമുക്ക് ഇവിടെ ഇടാം, വേണമെങ്കിൽ ഇത് സെന്ററിലേക്ക് മാറ്റിയിടാം. അപ്പൊ അങ്ങനെ ആകുമ്പോഴത്തേക്കും നമ്മൾ വർക്ക് സ്റ്റാർട്ട് ചെയ്യുന്ന പോയിന്റ് ഇവിടെ നിന്ന് നമ്മൾ സെറ്റ് ചെയ്ത് കൊടുക്കാം. ഇല്ലെങ്കിൽ ഈ കോർണറിലിടാം, ഈ കോർണർ നമുക്ക് എവിടെ വേണമെങ്കിലും സെറ്റ് ചെയ്യാം. നോർമലി നമ്മൾ ലെഫ്റ്റ് സൈഡിൽ ഈ ബോട്ടം കോർണറിലാണ് നമ്മൾ സെറ്റ് ചെയ്യുക. അത് കൊടുത്തു. ദെൻ മില്ലിമീറ്റർ ഉണ്ട്, ഇഞ്ച് ഉണ്ട്. നമുക്ക് മോഡൽസ് ഇപ്പൊ വലിയ ഷീറ്റ് ആണെങ്കിൽ 8x4 ഒക്കെ ഷീറ്റ് വരുന്ന ഷീറ്റ് ആണെങ്കിൽ ഇഞ്ചിൽ നമുക്ക് കൊടുക്കാം. കാരണം മില്ലിമീറ്റർ അറിയില്ലെങ്കിൽ നമുക്ക് ഇഞ്ചിൽ നമുക്ക് കൊടുക്കാം. പിന്നെ ടൂൾ പാത്ത് ഉണ്ടാക്കുന്നതിന് മുമ്പ് മില്ലിമീറ്ററിലേക്ക് നമ്മളത് മാറ്റി എടുത്താൽ മതി. ഇത്രയാണ് ഇതിൻ്റെ അകത്ത് കാര്യങ്ങൾ. ഇപ്പം ഇതിൻ്റെ അകത്ത് നമുക്ക് ഇതിന്റെ ഹൈറ്റ് എന്നുള്ളത് ഞാനൊരു 600 മില്ലിമീറ്റർ, അതായത് ഒരു 60 സെന്റിമീറ്റർ കൊടുത്തു. വിഡ്ത്ത് ഒരു 400 മില്ലിമീറ്റർ, 40 സെന്റിമീറ്റർ. ഓക്കെ, ഇതാണ് നമ്മുടെ മോഡൽ. ഇത് നമ്മൾ മാക്സിമൈസ് ചെയ്യാം. ഓക്കെ, നമ്മുടെ വിൻഡോ ആയി. ഈ വിൻഡോയിൽ നമുക്ക് മെയിൻ ആയിട്ടുള്ള ആദ്യത്തെ ഓപ്ഷൻസ് എല്ലാം നമുക്ക് നോക്കാം. ഇതിൽ നമ്മൾ ആദ്യം പറഞ്ഞ പോലെ ഫയൽ, എഡിറ്റ്, മോഡൽ, വെക്ടർ, ബിറ്റ് മാപ്പ് എന്നൊക്കെ പറയുന്ന ഓപ്ഷൻസ്. അതുപോലെ ഇതാണ് നമ്മൾ എടുത്തിരിക്കുന്ന മോഡൽ. മില്ലിമീറ്റർ, എത്ര മില്ലിമീറ്റർ ആണ് ഹൈറ്റ്, 600 മില്ലിമീറ്റർ ഹൈറ്റും വിഡ്ത്ത് 400 മില്ലിമീറ്റർ വിഡ്ത്തിലാണ് നമ്മൾ എടുത്തത്. ഇതിനെ ഈ വിൻഡോയിലേക്ക് ഫിറ്റ് ചെയ്ത് കാണാൻ വേണ്ടിയിട്ട് നമ്മൾ എപ്പോഴും ഉപയോഗിക്കുന്ന ടൂളാണ് അതായത് വിൻഡോ ഫിറ്റ്. അപ്പോൾ കറക്റ്റ് നമുക്കുള്ള വിൻഡോയിലേക്ക് അത് കറക്റ്റ് ആയിട്ട് വന്നോളും. അതുപോലെ ഇവിടെ ഒരു ഓപ്ഷൻ ഉണ്ട്, പ്രിവ്യൂ എന്ന് പറഞ്ഞിട്ട്. പ്രിവ്യൂ എന്ന് പറഞ്ഞാൽ ഇവിടെ നമ്മൾ 3D എടുത്തിടുമ്പോൾ അതിനെ കാണാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഒരു ഓപ്ഷനാണ് പ്രിവ്യൂ എന്നുള്ളത്. ഇത് രണ്ടുമാണ് മെയിൻ ആയിട്ട് നമ്മൾ ഇതിൽ ഉപയോഗിക്കുന്നത്. അതുപോലെ ഈ ഓപ്ഷൻ 3D വ്യൂ, ഇവിടെ ഇത് 2D വ്യൂ ഓപ്ഷനാണ്, 2D വിൻഡോ ആണ്. ഈ 2D വിൻഡോയിൽ നിന്ന് 3D വിൻഡോയിലേക്ക് പോകാൻ ഇതിൽ ക്ലിക്ക് ചെയ്താൽ മതി. അപ്പോൾ നമുക്ക് ഇപ്പോൾ നമ്മൾ 3D ഒന്നും ഇട്ടിട്ടില്ലാത്തതുകൊണ്ടിട്ട് നോർമൽ ഒരു യെല്ലോ കളറിലുള്ള ഈ വിൻഡോ ആയിരിക്കും കാണിക്കുക. ഇനി 2D വ്യൂയിലേക്ക് തിരിച്ചു പോകാൻ വേണ്ടിയിട്ട് നമുക്ക് ഇതിൽ ക്ലിക്ക് ചെയ്യാം. ഇനി ഉള്ളത് ഫസ്റ്റ് ഈ ഭാഗത്ത് നോക്കുക. ഇതെന്ന് പറഞ്ഞാൽ മോഡൽ ഇൻഫർമേഷൻ. ഈ മോഡൽ ഇൻഫർമേഷൻ എന്ന് പറയുന്നത് എക്സ് നമ്മൾ കൊടുത്തിട്ടുള്ളത് എക്സ്, വിഡ്ത്ത് എത്രയാണ് 400 മില്ലിമീറ്റർ, ഹൈറ്റ് 600 മില്ലിമീറ്റർ, മാക്സിമം ഇസഡ് 0, മിനിമം ഇസഡ് 0. അതായത് ഇവിടെ 3D ഒന്നും ഇല്ലാത്തതുകൊണ്ടാണ് അവിടെ ഇസഡ് 00 എന്ന് തന്നെ കാണിക്കുന്നത്. ഇൻ കേസ് ഇവിടെ നമ്മൾ 3D എന്തെങ്കിലും ഫേസ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിന്റെ ഹൈറ്റും അതിന്റെ മാക്സിമം ഹൈറ്റും മിനിമം ഹൈറ്റും എല്ലാം നമുക്ക് കാണാൻ പറ്റും. പിന്നെ ഇത് ഫയൽ ഓപ്ഷൻസ്, ഫയൽ പുതിയതായ മോഡൽ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ളത്, ഉള്ള മോഡൽ നമുക്ക് ഓപ്പൺ ചെയ്യാൻ വേണ്ടിയിട്ട്, അതുപോലെ നമുക്ക് സേവ് ചെയ്യാൻ വേണ്ടി ഫയലിന് സേവ് ചെയ്യാൻ വേണ്ടിയിട്ട് ഉള്ള ഓപ്ഷൻസ്. ഇതിന് താഴെ മോഡലിന്റെ ഡീറ്റെയിൽസ്, ഇവിടെ ഗ്രേ സ്കെയിൽ എടുക്കാനുള്ള ഡീറ്റെയിൽസ്. ഇത് നമ്മൾ കൂടുതലായിട്ട് നമ്മൾ ഉപയോഗിക്കാറില്ല. ഈ ബ്രഷ് ടൂൾസും നമ്മൾ ഉപയോഗിക്കാറില്ല. ഇനി നമുക്ക് മെയിൻ ആയിട്ട് വരുന്ന ടൂൾസ് ആണ് വെക്ടർ ടൂൾസ്. ഈ വെക്ടർ എന്ന് പറയുന്നതും അതുപോലെ റിലീഫ് ടൂൾസ്. വെക്ടർ എന്ന് പറഞ്ഞാൽ നമുക്ക് 2D എന്നുള്ള കൺസെപ്റ്റ് ആണ്. വെക്ടർ എന്ന് പറഞ്ഞാൽ മൊത്തം ലൈൻസുകളെ ബേസ് ചെയ്തിട്ടാണ്. ലൈനുകൾക്ക് ഇത് നമ്മൾ പറയുന്ന മറ്റൊരു പേരാണ് വെക്ടർ. അതുപോലെ 3D അല്ലെങ്കിൽ റിലീഫ് എന്ന് പറയും. റിലീഫ് ആണ് 3D ആയിട്ട് നമ്മൾ വയ്ക്കുന്നത്, അതിന് റിലീഫ് എന്ന് പറയും. ഈ ലൈനുകളെ മാനേജ് ചെയ്യാൻ വേണ്ടിയിട്ട് അതിന് കുറേ ടൂൾസ് ഉണ്ട്.
ഇവിടെ ഈ വെക്ടർ ടൂൾസിൽ ടൂൾസ് ഉണ്ട്. അതുപോലെ ആ ലൈൻ നമ്മൾ ചെയ്ത് കഴിഞ്ഞാൽ അതിന്റെ പൊസിഷൻ അഡ്ജസ്റ്റ് ചെയ്യാൻ, അത് തമ്മിലൊന്ന് കമ്പൈൻ ചെയ്യാൻ, പിന്നെ ട്രിം ചെയ്യാൻ, അതായത് നമുക്ക് ഒരു ഏരിയയിൽ വെച്ചിട്ട് കട്ട് ചെയ്യോ അത് ജോയിൻ ചെയ്യോ അങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടിയിട്ട് പൊസിഷൻ, കമ്പൈൻ, ട്രിം, വെക്ടേഴ്സ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഗ്രൂപ്പ് ടൂൾസ് ഉണ്ട്. അതിനും താഴെയാണ് വരുന്നത് റിലീഫ് ടൂൾസ്. റിലീഫ് ടൂൾസ് അല്ലെങ്കിൽ 3D ടൂൾസ് എന്ന് പറയും. 3Dയെ മാനേജ് ചെയ്യാൻ വേണ്ടി, 3D ഓപ്പൺ ചെയ്യാൻ അല്ലെങ്കിൽ അതിന്റെ ഹൈറ്റ് ചേഞ്ച് ചെയ്യാനുള്ള ടൂൾസ്, അതുപോലെ പുതിയ 3Dകൾ ഉണ്ടാക്കിയെടുക്കാനുള്ള ടൂൾസ്, അതെല്ലാം ഈ രീതിയിലുള്ള ടൂൾസാണ്. പുതിയ 3Dകൾ ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ നമുക്ക് ഓൾറെഡി ഉള്ള 3D ഇതിലേക്ക് കൊണ്ടുവരാനുള്ള ടൂൾസ്, അങ്ങനെ എല്ലാ ടൂൾസുകളും നമുക്ക് ഇതിലുണ്ട്. പിന്നെ വരുന്ന നമ്മൾ ഈ പറഞ്ഞ 3D വ്യൂ, അത് നമ്മൾ നോക്കിയതാണ്. ദെൻ 2D വ്യൂ, അങ്ങനെയുള്ള ഓപ്ഷൻസ് നമുക്ക് കിട്ടും. ഓക്കെ, ഇനി ഇതില് നമ്മളുടെ വെക്ടർ ടൂൾസ് നോക്കാം. ഈ വെക്ടർ ടൂൾസിൽ ഫസ്റ്റ് നമുക്ക് ഇതിൽ കുറേ ടൂൾസ്, ഇതിൽ നമുക്ക് ഈ പിൻ ഇങ്ങനെ ആയിരിക്കും മിക്കപ്പോഴും നമ്മൾ ഇൻസ്റ്റാൾ ചെയ്യുമ്പോൾ കിടക്കാം. അപ്പോൾ ഇതിന്റെ ഒപ്പം തന്നെ ഈ റെക്ടാങ്കിൾ ടൂളിനൊപ്പം തന്നെ ആ ടൈപ്പ് ടൂൾസ് ഇതിനൊപ്പം തന്നെ ഉണ്ട്. അത് നമുക്ക് ഈ ആരോ കീയിൽ ഒന്ന് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ കിട്ടും. ഇതൊന്ന് പിൻ ചെയ്ത് കഴിഞ്ഞാൽ അതിപ്പോൾ ഓപ്പൺ ആയിട്ട് അതിലുള്ള ടൂൾസ് എല്ലാം വരും. ഇതിൽ നമുക്കിപ്പോൾ ചെയ്യാനുള്ളത് ഫസ്റ്റ് നമുക്കിതൊരു റെക്ടാങ്കിൾ വരയ്ക്കാനുള്ളത് നോക്കാം. ഈ റെക്ടാങ്കിൾ വരയ്ക്കാനുള്ളത് നമ്മളൊന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അതിന്റെ ഡീറ്റെയിൽസ് കംപ്ലീറ്റ് ആയിട്ട് നമുക്ക് കിട്ടും. ഇതിന്റെ ഹെൽപ്പ്, ഓരോ പോയിന്റിലും അതിന്റെ ഹെൽപ്പ് ഡീറ്റെയിൽസ് ഇവിടെ ഉണ്ടാവും. ആ ഹെൽപ്പ് ഡീറ്റെയിൽ ആവശ്യമില്ലെങ്കിൽ ഹൈഡ് ഹെൽപ്പ് കൊടുക്കുക. ഇപ്പോൾ സാധാരണ നമ്മൾ ചെയ്യുമ്പോൾ ഹൈഡ് ഹെൽപ്പ് നമുക്ക് ആവശ്യമില്ല. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നമുക്കത് നോക്കാം. ഹൈഡ് ഹെൽപ്പ് കൊടുത്തു. ഞാനിവിടെ റെക്ടാങ്കിൾ ആണ് ഞാനിവിടെ സെലക്ട് ചെയ്തിരിക്കുന്നത്. അതിന്റെ വിഡ്ത്തും ഹൈറ്റും നമുക്ക് കൃത്യമായിട്ട് ഇവിടെ കൊടുക്കാം. ഇല്ലെങ്കിൽ നമുക്ക് ഇവിടെ അത് ഡ്രാഗ് ചെയ്ത് വേണമെങ്കിൽ വരയ്ക്കാം. ഇപ്പൊ ഞാനിത് ഇവിടെ ഡ്രാഗ് ചെയ്ത് ഇങ്ങനെ വരച്ചു കഴിഞ്ഞാൽ അതിന്റെ ഒരു ഔട്ടർ ഏരിയ നമുക്ക് ഇങ്ങനെ ഇൻഡിക്കേറ്റ് ചെയ്ത് കാണിക്കും. എന്നിട്ട് ക്രിയേറ്റ് കൊടുക്കുക. ക്രിയേറ്റ് കൊടുത്ത് ക്ലോസ് ആകുമ്പോൾ മാത്രമാണ് ഇവിടെ ഒരു റെക്ടാങ്കിൾ വരുന്നത്. കണ്ടോ? ഇനി ആ റെക്ടാങ്കിൾ കളയണമെങ്കിൽ, വന്നതിനെ കളയണമെങ്കിൽ നമ്മൾ സെലക്ട് ചെയ്യാം. സെലക്ട് ചെയ്യുമ്പോൾ ഈ പർപ്പിൾ കളറിൽ ഇങ്ങനെ, ഈ റെഡ് കളറിൽ ഇങ്ങനെ കാണാം. അതിനുശേഷം നമുക്ക് ഡിലീറ്റ് ബട്ടൺ അടിക്കാം. പോയി. ദെൻ വീണ്ടും ഞാൻ റെക്ടാങ്കിൾ എടുത്തു. എനിക്ക് കറക്റ്റ് ആയിട്ട് സൈസ് അറിയാമെങ്കിൽ ഞാൻ ഇപ്പോൾ വിഡ്ത്ത് ഒരു 250, ഹൈറ്റ് ഒരു 300, കോർണറിൽ ഞാനൊരു ആംഗിൾ ഒന്നും കൊടുത്തിട്ടില്ല. ഞാനിവിടെ ക്രിയേറ്റ് കൊടുക്കും. ക്ലോസ്. ഇതിപ്പോ വന്നിരിക്കുന്നത് ഇവിടെ ലെഫ്റ്റ് സൈഡിൽ വന്നിരിക്കുക. അതായത് ഇതിന്റെ ഈ സെന്ററിനെ ബേസ് ചെയ്തിട്ടായിരിക്കും ഇവിടെ വരുന്നത്. ഇനി ഇതിനെ എനിക്ക് ഇവിടെ ഏത് ഒബ്ജക്റ്റ് നമ്മൾ വരച്ചാലും ആ ഒബ്ജക്റ്റിനെ ഈ പറയുന്ന വിൻഡോയുടെ സെന്ററിലേക്ക് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് ടൂൾ ഉണ്ട്. F9 എന്ന് പറഞ്ഞിട്ട് ടൂൾ. നമ്മളിപ്പോ സെലക്ട് ചെയ്തു, F9 പ്രസ് ചെയ്തു, അത് സെന്ററിലേക്ക് പോയി. ഇതുപോലെ തന്നെ ഞാൻ വേറൊരു റെക്ടാങ്കിൾ വരച്ചു. അത് സെലക്ഷനിൽ നിൽക്കുമ്പോൾ F9 അടിച്ചു കഴിഞ്ഞാൽ അത് സെന്ററിലേക്ക് പോകും. അങ്ങനെ ഏത് ഒബ്ജക്റ്റ് വേണമെങ്കിലും ഞാനിപ്പോൾ മാറ്റിയിട്ടിട്ട് ഇതുണ്ട്, ഈ ഒബ്ജക്റ്റ് ഇവിടെ F9 കൊടുത്തു കഴിഞ്ഞാൽ ഡയറക്റ്റ് ആ മോഡലിന്റെ സെന്ററിലേക്കും എല്ലാം തന്നെ വരും. അതുപോലെ തന്നെയാണ് സർക്കിൾ എടുക്കാം. അതിന്റെ സർക്കിളിന്റെ സെന്റർ എവിടെയാണോ വേണമെങ്കിൽ കൊടുക്കാം. റേഡിയസോ ഡയമീറ്ററോ കൊടുത്തുകൊണ്ട് വരയ്ക്കാം. ഇപ്പൊ നമുക്ക് ഇപ്പോൾ റേഡിയസ് കൊടുക്കണം അല്ലെങ്കിൽ ഡയമീറ്റർ ആണ് കൊടുക്കണമെങ്കിൽ ഞാൻ ഇവിടെ ഒരു 50 കൊടുത്തു. ക്രിയേറ്റ് കൊടുത്താൽ ഇവിടെ 50 സെന്റിമീറ്റർ ഡയമീറ്റർ ഉള്ള ഒരെണ്ണം വന്നു. F9 കറക്റ്റ് സെന്ററിലേക്ക് അത് വീണ്ടും വന്നു. ഓക്കെ, അതുപോലെ എലിപ്സ്, അത് വേണമെങ്കിൽ നമുക്ക് ഡ്രാഗ് ചെയ്ത് വരയ്ക്കാം, അല്ലെങ്കിൽ ഡീറ്റെയിൽസ് ഇവിടെ കൊടുക്കാം. F9 കറക്റ്റ് സെന്ററിലേക്ക്. ഇനി ചെയ്ത ഒരു വർക്കിനെ അൺഡു ചെയ്യാൻ നമുക്കിപ്പോൾ ചെയ്തതിന് വേണ്ട, അതിന്റെ മുമ്പിലേക്ക് ഒരു സ്റ്റെപ്പിലേക്ക് പോകാൻ കൺട്രോൾ Z. നമ്മൾ ചെയ്ത വർക്കിന് തൊട്ട് ബാക്കിൽ ഒരു സ്റ്റെപ്പിലേക്ക് അത് പോകും. കൺട്രോൾ Z. കണ്ടോ? ഓരോ സ്റ്റെപ്പായിട്ട് ബാക്കിലേക്ക് പോകും. കൺട്രോൾ Z. ഇപ്പോൾ റെക്ടാങ്കിൾ വരയ്ക്കുന്നത് നമ്മൾ പറഞ്ഞു, സർക്കിൾ വരയ്ക്കുന്നത് പറഞ്ഞു, ദെൻ എലിപ്സ്, ദെൻ ഇത് വരുന്നത് ക്രിയേറ്റ് പോളിഗൺസ്. നമ്പർ ഓഫ് സൈഡ്സ്, അതായത് നമുക്കിപ്പം റെക്ടാങ്കിളിൽ ഇപ്പോൾ 4 സൈഡേ ഉള്ളൂ. ഇതാകുമ്പോൾ ഒരു 5 സൈഡോ 6 സൈഡോ എത്രയുള്ള ഇമേജ് വേണമെങ്കിൽ നമുക്ക് അതിൽ ക്രിയേറ്റ് ചെയ്യാം. നമ്മളത് ക്ലിക്ക് ചെയ്യാം. അതിൽ നമ്പർ ഓഫ് സൈഡ്സ് പറയുന്നത് എത്ര സൈഡ് വേണം. ഞാനിപ്പോൾ ഇവിടെ 5 കൊടുത്തു. ആംഗിൾ നമുക്ക് വേണമെങ്കിൽ ഡിഫൈൻ ചെയ്യാം. അതുപോലെ ക്രിയേറ്റ് ഇത് കൊടുക്കുന്നപ്പോൾ ഇവിടെ നമുക്ക് ഡ്രാഗ് ചെയ്ത് വേണമെങ്കിൽ വരയ്ക്കാം. വരച്ചു, ക്രിയേറ്റ് കൊടുക്കും, ക്ലോസ്. ഇതിപ്പോൾ 5 സൈഡുള്ള ഒരു പോളിഗണാണ്. ഇതും നമുക്ക് വേണമെങ്കിൽ F9 കൊടുത്ത് സെന്ററിലേക്ക് കൊണ്ടുവരാം. അതുപോലെയാണ് സ്റ്റാർ കൊടുക്കുമ്പോൾ നമ്മളൊരു പോളിഗൺ തന്നെയാണ് നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്നത്. പക്ഷെ അതിന് എത്ര കോർണറുകൾ വേണം. ഇപ്പൊ ഞാൻ ഇവിടെ 5 കൊടുത്തു. അതിനുശേഷം ഞാൻ ഇതിങ്ങനെ വരയ്ക്കുക, പോളിഗൺ വരയ്ക്കുക. ഈ ലെഫ്റ്റ് ബട്ടൺ
റിലീസ് ചെയ്യാം. വേറെ മൗസിൽ യാതൊരു ബട്ടണും ക്ലിക്ക് ചെയ്യാതെ തന്നെ ഉള്ളിലേക്ക് ഇതിനെ കൊണ്ടുപോകാം. അപ്പോൾ നമുക്കിവിടെ സ്റ്റാർ കിട്ടി. ഒന്നുകൂടി റൈറ്റ് ബട്ടണോ ലെഫ്റ്റ് ബട്ടണോ ഏതെങ്കിലും ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അവിടെ സ്റ്റാർ ക്രിയേറ്റ് ആവും. സെലക്ട് ചെയ്തു F9 കൊടുത്താൽ കറക്റ്റ് അത് സെൻറ്റർ ആയിട്ട് വന്നു. പിന്നെ ഇത് ആർക്ക് ക്രിയേറ്റ് ചെയ്യുമ്പോൾ നമുക്കിതെല്ലാം ഒന്ന് ഡിലീറ്റ് ചെയ്തോളാം. സെലക്ട് ചെയ്ത് ഡിലീറ്റ് കൊടുത്താൽ മതി. ഡിലീറ്റ് ആർക്ക് ക്രിയേറ്റ് ടൈപ്പ്. ഇതിൽ നമുക്ക് എങ്ങനെ പോയിന്റ് കൊടുക്കണം നമുക്ക് ഇതിൽ കൊടുക്കാം. ഇപ്പൊ ഇതിൽ ഞാൻ കൊടുക്കുന്നത് സ്റ്റാർട്ട് എൻഡ് പോയിന്റ് എന്നാണ് കൊടുത്തിരിക്കുന്നത്. സ്റ്റാർട്ട് ദെൻ എൻഡ് പോയിന്റ് ഞാൻ ക്ലിക്ക് ചെയ്യുന്നു. മുകളിലേക്കോ താഴേക്കോ ഒന്ന് മൂവ് ചെയ്യാം. അത് ബട്ടൺ ഒന്നും പ്രസ് ചെയ്യാതെ മൂവ് ചെയ്താൽ മതി. ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അവിടെ നമുക്ക് ആർക്കായി നമുക്ക് കാണിച്ചു തരാം. സ്റ്റാർട്ട് പോയിന്റ് കൊടുത്തു, എൻഡ് പോയിന്റ് കൊടുത്തു. രണ്ടും നമ്മൾ ലെഫ്റ്റ് ബട്ടൺ ആണ് ക്ലിക്ക് ചെയ്യുന്നത്. ഇനി യാതൊരു ബട്ടണും ക്ലിക്ക് ചെയ്യാതെ നമുക്ക് മുകളിലേക്കോ അല്ലെങ്കിൽ താഴേക്കോ ഒന്ന് മൂവ് ചെയ്യാം. ഇപ്പൊ ഒന്നും കൂടി ക്ലിക്ക് ചെയ്യാം. അപ്പോൾ അത് ക്രിയേറ്റ് ആയി. ഓക്കെ, അത് ആർക്ക്. പിന്നെ ഉള്ളതാണ് ആർക്ക് വരെ. ഇനി നമ്മൾ ഇത് പറഞ്ഞില്ല, പോളിലൈൻ. ഇതിലെ ലൈൻസുകൾ നമ്മളിപ്പോൾ ഈ പോളി ലൈൻ ഉള്ളത് സെലക്ട് ചെയ്താൽ നമുക്ക് ലൈൻ വരയ്ക്കാൻ വേണ്ടിയിട്ടാണ്, ലൈൻ ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അത് നമ്മളിങ്ങനെ കണ്ടിന്യൂസ് ലൈനായിട്ട് ഇങ്ങനെ ക്ലിക്ക് ചെയ്ത് ഇങ്ങനെ വരയ്ക്കാം. പക്ഷെ അതിലെല്ലാം ഇത്തരത്തിലുള്ള ഒടിവുകൾ ഉണ്ടാവും. കറക്റ്റ് ആയിരിക്കില്ല നമ്മൾ വരയ്ക്കുന്നത്. അതിന് ഇതിനകത്ത് എപ്പോഴും ചെയ്യുന്നത് നമ്മൾ സ്ട്രെയിറ്റ് ലൈൻസ് വരച്ചിട്ട് പിന്നീട് ബെൻഡ് ചെയ്തെടുക്കുകയാണ് ചെയ്യുക. സ്ട്രെയിറ്റ് ലൈൻ വരയ്ക്കാൻ ഒരു പോയിന്റ് ക്ലിക്ക് ചെയ്യാം, ദെൻ അടുത്ത പോയിന്റ് ക്ലിക്ക് ചെയ്യാം, അടുത്ത പോയിന്റ് ക്ലിക്ക് ചെയ്യാം. ഇങ്ങനെ സ്ട്രെയിറ്റ് ലൈൻ നമുക്ക് ഇങ്ങനെ വരച്ചു കൊണ്ടുപോകും. ഇനി ഇപ്പൊ ഇതിനകത്ത് ഈ കൺട്രോൾ ഇങ്ങനെ നിൽക്കുന്നതുകൊണ്ടാണ് ഡോട്ടഡ് ലൈൻസ് അവിടെ വരുന്നത്. ഇനി റൈറ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അതുമായിട്ടുള്ള കൺട്രോളുകൾ പോയിക്കോളും. റൈറ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്യാം. ഇത് ഞാൻ സെലക്ട് ചെയ്തപ്പോൾ വീണ്ടും അത് ആ പർപ്പിൾ കളറിൽ സെലക്ഷൻ ആയിട്ട് നിന്നു. ഇനി ഈ ലൈൻ എന്ന് പറയുന്നത് ഒരു സ്റ്റാർട്ട് പോയിന്റ് ഉണ്ടാവും. എല്ലാ ലൈനുകൾക്കും ഉണ്ടാവും ഒരു സ്റ്റാർട്ട് പോയിന്റ്. അത് ഗ്രീൻ കളറിലായിരിക്കും നമുക്ക് സ്റ്റാർട്ട് പോയിന്റ് വരിക. ദെൻ എൻഡ് പോയിന്റ് എന്ന് പറയുന്നത് ഒരു റെഡ് കളറിലായിരിക്കും വരിക. അത് ഇത്രത്തോളം വേണമെന്ന് തന്നെ ഒരു സിംഗിൾ ലൈൻ ആണെങ്കിൽ അത് തന്നെ ഉണ്ടാവും. നോക്കിക്കോളൂ, ഇത് സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ സ്റ്റാർട്ട് പോയിന്റ് ഗ്രീൻ കളറിലും എൻഡ് പോയിന്റ് റെഡ് കളറിലാണ്. ഇനി ഈ ഒരു ലൈനിനെ ക്ലോസ് ചെയ്യാം, ജോയിൻ ചെയ്യാം എന്നൊക്കെ പറയും. അതായത് ഈ രണ്ട് ലൈനുകൾ തമ്മിൽ നമുക്ക് ജോയിൻ ചെയ്യാൻ പറ്റും. അതിന് ഈ ലൈൻ ഞാൻ സെലക്ട് ചെയ്തു, ഷിഫ്റ്റ് ഈ ലൈനോട് സെലക്ട് ചെയ്തു. രണ്ട് വെക്ടറുകളെ സെലക്ട് ചെയ്യാൻ നമ്മൾ ഉപയോഗിക്കുന്നത് ഷിഫ്റ്റ് കീയാണ്. ഇനി റൈറ്റ് ബട്ടൺ അടിച്ചു, അതിൽ ജോയിൻ എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ട്. ഈ ജോയിൻ കൊടുത്താൽ ഈ ലൈനിന്റെ എൻ പോയിന്റും ഈ ലൈനിന്റെ സ്റ്റാർട്ട് പോയിന്റും തമ്മിൽ ജോയിൻ ആയി, ഓട്ടോമാറ്റിക് ജോയിൻ ആയി. അതുകൊണ്ടാണ് ഒരു കർവ് ആ രീതിയിൽ വന്നിരിക്കുന്നത്. ഞാൻ കൺട്രോൾ Z കൊടുത്തു, അത് ബാക്കിലേക്ക് പോയി. ഇനി അതുപോലെ തന്നെ ഒന്നും കൂടി കൊടുത്ത് ഞാൻ ജോയിൻ ചെയ്തു. ഇനി അതുപോലെ തന്നെ റൈറ്റ് ബട്ടൺ അടിച്ച് ക്ലോസ് എന്ന ഓപ്ഷൻ കൊടുത്താൽ ഇപ്പോൾ ഉള്ള ലൈനിന്റെ ഒരു എൻഡും ഒരു സ്റ്റാർട്ടും ഉണ്ട്. ഇത് സ്റ്റാർട്ട് പോയിന്റ്, ഇത് എൻഡ് പോയിന്റ്. ആ രണ്ട് പോയിന്റ് തമ്മിൽ ക്ലോസ് ആണ്. റൈറ്റ് ബട്ടൺ ക്ലോസ്, കണ്ടോ? അത് ഓട്ടോമാറ്റിക് ഉണ്ടാകുന്ന ലൈനാണ്. ഇനി അങ്ങനെയല്ല, നമുക്ക് സ്ട്രെയിറ്റ് ആയിട്ടാണ് ജോയിൻ ചെയ്യുകയും ക്ലോസ് ചെയ്യുന്നതെങ്കിൽ അതിനുള്ള ഓപ്ഷൻസ് ഉണ്ട്, നോക്കാം. കൺട്രോൾ Z മാറ്റാം. ഇപ്പൊ പഴയ രീതിയിൽ തന്നെയായി. ഇനി ഈ ലൈനും സെലക്ട്, ഈ ലൈനും കൂടി ഞാൻ സെലക്ട് ചെയ്തു. ഇത് തമ്മിൽ ജോയിൻ ചെയ്യുന്നത് എനിക്ക് സ്ട്രെയിറ്റ് ലൈനിലാണ് ജോയിൻ ചെയ്യേണ്ടതെങ്കിൽ നമുക്ക് ഈ ഒരു ഓപ്ഷൻസ് നമുക്ക് ഉപയോഗിക്കാം. ഇതില് ജോയിൻ വെക്ടേഴ്സ് വിത്ത് എ ലൈൻ, രണ്ട് വെക്ടറുകളെ ഒരു ലൈൻ, ഒരു സ്ട്രെയിറ്റ് ലൈൻ നമുക്ക് ജോയിൻ ചെയ്യാം. ഇത് ജോയിൻ വെക്ടേഴ്സ് വിത്ത് എ കർവ്, ഒരു കർവ് വെച്ച് ജോയിൻ ചെയ്യാം. അതുപോലെ ക്ലോസ് ചെയ്യാം, ക്ലോസ് വെക്ടേഴ്സ് വിത്ത് എ ലൈൻ, ലൈനിനോട് സ്ട്രെയിറ്റ് ലൈൻ ആയിട്ട് ക്ലോസ് ചെയ്യാം. ഇപ്പൊ ഞാൻ ഇതും ഷിഫ്റ്റ് ഇതും കൂടെ പ്രസ് ചെയ്തിട്ടുണ്ട്. ജോയിൻ വെക്ടേഴ്സ് വിത്ത് എ ലൈൻ ഈ ഓപ്ഷൻ കൊടുത്താൽ അത് തമ്മിൽ സ്ട്രെയിറ്റ് ആയിട്ട് ഒരു ലൈൻ ഇട്ടാണ് ജോയിൻ ചെയ്യാം. ഇനി അത് ക്ലോസ് ചെയ്യണമെങ്കിൽ ഞാൻ ഇവിടെ തന്നെ ക്ലോസ് വെക്ടർ വിത്ത് എ ലൈൻ പറഞ്ഞാൽ സ്ട്രെയിറ്റ് ലൈനായി അത് ക്ലോസ് ആവും. അപ്പൊ അതിൽ ആ കർവ് ഷേപ്ഡ് ലൈൻ ഒന്നും തന്നെ അതിൽ വരില്ല. അതാണ് നമുക്കിവിടെ യൂസ് ചെയ്യുന്ന ഒരു ടൂൾ. ഡിലീറ്റ്.